വിസയും പാസ്പോർട്ടും ഇല്ലാതെ ബാലി ദ്വീപിൽ ഓണം ആഘോഷിക്കാം. ഇന്തോനേഷ്യയിലെ ബാലിയുടെ മനോഹര കാഴ്ചകൾ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് കൊച്ചി എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ. ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഈ കൗതുക കാഴ്ച കാണാൻ എത്തുന്നത്. ഇന്തോനേഷ്യയിലെ ബാലി കാണാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? എന്നാ വേഗം എറണാകുളത്തേക്ക് വന്നോളൂ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കല്ല, എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലേക്ക്. എന്താന്നല്ലേ, ബാ. വെറും 100 രൂപയ്ക്ക് നമുക്ക് ബാലി ഒന്ന് കണ്ടുവരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല അല്ലേ? പക്ഷേ ഇവിടെ വെറും 100 രൂപ മാത്രം മതി. നമ്മുടെ ബാലിയിലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കണ്ട് മാത്രം പരിചയമുള്ള ബാലിയിലെ ചില സ്ഥലങ്ങൾ കാണാം. അത് സെൽഫി പോയിന്റുകൾ ആയിക്കോട്ടെ, മീനെ പിടിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞ ഒരിടം തന്നെയാണ് ഈ ബാലി. കുട്ടികളെയും മുതിർന്നവരെ ഒരുപോലെ ആകർഷിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ ബാലി ദ്വീപ്. ജലാശയത്തിന് നടുവിൽ ഒരുക്കിയിരിക്കുന്ന ഊഞ്ഞാലിലാടാൻ വലിയ തിരക്കാണ്. കൂട്ടിനായി പല നിറത്തിലുള്ള മീനുകളും. എവിടെ നിന്നും മനോഹരമായ ചിത്രങ്ങളും എടുക്കാം. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ യഥാർത്ഥ ബാലി എന്ന് തന്നെ തോന്നും. അലങ്കാര മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതും അവയെ തൊട്ടു നോക്കുന്നതുമൊക്കെ വലിയ കൗതുകം നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ്. പ്രവേശന ഫീസ്. കാണാനെത്തുന്നവരുടെ കണ്ണും മനസ്സും നിറയും. ബാലി പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇത് വന്ന് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ഫോട്ടോയൊക്കെ എടുത്തു. മൊത്തം ഒരു ബാലിയിൽ പോയ ഒരു പ്രതീതി തന്നെയുണ്ട്. ജലാശയത്തിന് നടുവിലിരുന്ന് കോഫി കുടിക്കാനുള്ള സൗകര്യവുമുണ്ട്. ബാലി ദ്വീപിലെ മായാക്കാഴ്ചകൾ കഴിഞ്ഞാൽ അടുത്ത ആകർഷണം അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ്. പല വർണ്ണത്തിലും വലിപ്പത്തിലുമുള്ള അലങ്കാര മത്സ്യങ്ങൾ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന പിള്ളേരായിട്ട് വന്നത്. കുട്ടികൾക്കായി ഒരുക്കിയ മീൻപിടുത്ത മത്സരവും ഏറെ രസകരമാണ്. ഒരു ബക്കറ്റും വലയും നൽകും. വെള്ളത്തിലിറങ്ങി 3 മിനിറ്റിനുള്ളിൽ മീൻ പിടിച്ചാൽ സമ്മാനമുറപ്പ്. എറണാകുളം സ്വദേശികളായ 3 സുഹൃത്തുക്കളാണ് കൊച്ചിയിൽ ഒരുക്കിയ ഈ ബാലി ദ്വീപിന് പിന്നിൽ. ഒരു ഓണത്തിന് ഒന്നും കൂടി അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ ഒരു പുതിയ ഒരു അനുഭവം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കമ്പനിയുടെ ആഗ്രഹമായിരുന്നു. ഇത് കാണാതെ പോകുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് അവർക്ക് ജീവിതത്തിൽ ഒരു നഷ്ടം തന്നെയായിരിക്കും. കാരണം വരുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 11 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശനം. എന്തായാലും ഈ ഓണം നമുക്ക് അല്പം കൂടി കളറാക്കാം. ഈ മാസം 21-ാം തീയതി വരെയാണ് ഈ എക്സിബിഷൻ ഇവിടെ ഉണ്ടാകുക. ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 ബാലി, അല്ല കൊച്ചി.